ഹലോ ഗൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ നമുക്ക് കൈ കിട്ടിയ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ യമഹയുടെ റേസഡാണ്. അപ്പോൾ ഇതിന് നമുക്കുള്ള വർക്ക് അത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ മെയിൻ്റനൻസും റീപ്ലേസിനും നമ്മളിതിൽ ചെയ്യുന്ന വർക്കുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ സൈലൻസറിന് ഗാർഡ് നമ്മൾ സെറ്റ് ചെയ്യണം. നമുക്ക് പറഞ്ഞ സൈലൻസറിൻ്റെ ഗാർഡ് ഇതാണ്. ഇത് ഗാർഡ് നമുക്ക് റീപ്ലേസ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഫുഡ് റെസ്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാര്യമായിട്ട് പോയത് റൈറ്റ് സൈഡത്തെ വേണം, അപ്പോൾ പോയത് മാത്രമേ നമ്മൾ ചേഞ്ച് ആക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് അടുത്തത് സീറ്റിൻ്റെ കവറാണ്. സീറ്റിൻ്റെ കവർ നമുക്ക് റീപ്ലേസ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ വർക്ക് ഞാൻ നേരത്തെ ഓൾറെഡി കാണിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ക്ലച്ചിൻ്റെ വർക്ക് നമുക്ക് ആ കൂട്ടത്തിലുണ്ട്. പിന്നെ നമുക്ക് സൈഡത്തെ സ്റ്റാൻഡ് ഡാമേജാണ്, അതൊന്ന് റീപ്ലേസ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ ഗ്ലാസ്സൊക്കെ ഫെയ്ഡാണ്. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഈ ഫെയ്ഡായ ഗ്ലാസ് നമുക്ക് റീപ്ലേസ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലെ സ്പീഡോമീറ്ററിൻ്റെയൊക്കെ കേബിൾ പോയിട്ടുണ്ട്. സ്പീഡോമീറ്ററിൻ്റെയും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ, അതുപോലെ തന്നെ വീലിൻ്റെ ബെയറിങ് പോയിട്ടുണ്ട്. ബെയറിങ് ഷേക്കായിട്ട് ഈ സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് ഉറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീലിൻ്റെ ബെയറിങ് റീപ്ലേസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഓയിൽ ചേഞ്ച് ഫിൽറ്റർ. നമുക്കതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ച സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യമഹയുടെ തന്നെ ആ ജെന്യൂൻ ആക്സിലേറ്ററിൻ്റെ കേബിളാണ്. പിന്നെ വരുന്നത് നമുക്കതിൻ്റെ ബെൽറ്റ്, നേരത്തെ ഞാൻ ഓൾറെഡി കാണിച്ചിരുന്നല്ലോ ഡാമേജായ ബെൽറ്റ്. അപ്പോൾ നമുക്കത് 570 രൂപ ഇതിന് വരുന്ന ബെൽറ്റിൻ്റെ റേറ്റാണ്. പിന്നെ ഉള്ളത് എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്റർ ഇതുപോലെ തന്നെ 175 രൂപ. ഇതൊക്കെ ജെന്യൂൻ സ്പെയർ തന്നെയാണ്. നമ്മൾ മാക്സിമം ജെന്യൂൻ സ്പെയർ തന്നെ ഇടാൻ നോക്കുകയുള്ളൂ. പിന്നെ കിട്ടാത്ത മാത്രമേ നമ്മൾ സാധാരണ എടുക്കുകയുള്ളൂ. പിന്നെ ഇത് വേരിയേറ്ററിൻ്റെ റോളർ, ഞാൻ നേരത്തെ കാണിച്ച റോളർ ബുഷില്ലേ, അത് 276 രൂപ അതിന് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിലൊരു ബൂട്ട് വരുന്നുണ്ട്. ക്ലച്ച് ഹൗസിങ്ങിൽ ക്ലച്ചിൻ്റെ ഉള്ളിലേക്ക് വരുന്നൊരു ബൂട്ട് വരുന്നുണ്ട്. ആ ബൂട്ട് ഇതിന് ഡാമേജാണ്. പിന്നെ ബൂട്ടൊക്കെ ഇതൊക്കെ കണ്ടോ പൊട്ടി കീറി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബൂട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വരുന്ന ബ്രേക്കിൻ്റെ 2 സ്വിച്ചാണ്. ഫ്രണ്ട് ബ്രേക്കിൻ്റെയും അതുപോലെ തന്നെ റിയർ ബ്രേക്കിൻ്റെ 2 സ്വിച്ച് ഡാമേജ് ഉണ്ട്. അപ്പോൾ ഈ 2 സ്വിച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഉണ്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കതുപോലെ തന്നെ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൈഡത്തെ സ്റ്റാൻഡ് ഉണ്ട് റീപ്ലേസിങ്ങിന്. പിന്നെ അതുപോലെ തന്നെ വരുന്നത് നമ്മളെ വേരിയേറ്റർ, ക്ലച്ചിൻ്റെ ഉള്ളിൽ വരുന്ന ഞാൻ കാണിച്ച വേരിയേറ്ററിൻ്റെ പ്ലേറ്റ്, ഇതൊക്കെ നമുക്ക് ചെറിയ പൈസ വരുന്നുള്ളൂ. ഇത് 320 രൂപയാണ് ഇതിന് വരുന്നത്. ഇത് മാറേണ്ടതിന് കൂട്ടത്തിൽ നമുക്ക് ഒരു 3 ബുഷ് വരുന്നുണ്ട്. ഒരു യു ബുഷ് ഇതുപോലെ വരുന്ന ഒരു 3 യു ബുഷുകളുണ്ട്. അത് നമുക്ക് കൂട്ടത്തിൽ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബ്രേക്കിൻ്റെ ഒരു ലൈനർ, ഒരു സൈഡത്തെ ഒരു ലൈനർ, ഫ്രണ്ടിലൊരു ലൈനർ, കാരണം ബെയറിങ് പോയതുകൊണ്ട് എന്തായാലും ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അത് റീപ്ലേസിങ് ഉണ്ട്. ഒരു ഫോട്ടോസ്റ്റ്. പിന്നെ നമുക്ക് സീറ്റിൻ്റെ കവർ വാങ്ങിച്ചിട്ടുണ്ട്, ഇതൊന്ന് അടിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ബ്രേക്കിൻ്റെ ഒരു കേബിൾ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഈ വണ്ടിക്ക് ഫ്യൂവലിൻ്റെ എത്ര ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിലും കാണിക്കുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഫ്ലോട്ട് ഡാമേജ് ആണ്. അതൊക്കെ 315 രൂപ റേഞ്ച് ഫ്യൂവൽ ഫ്ലോട്ടിന് വിലയുള്ളൂ.